സോ ഇതാണ് ആപ്പിളിൻ്റെ iOS 26. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 26ൻ്റെ 20-ൽ അധികം വരുന്ന പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ് ഇതിനെപ്പറ്റിയെല്ലാമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഡിസ്ക്ലെയിമറായിട്ട് ഒരു കാര്യം പറയാം. കറൻ്റ്ലി ഇന്നലെ റിലീസ് ചെയ്ത എല്ലാ OSകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ബീറ്റ വെർഷനിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതാരും തന്നെ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് പ്രൈമറി ഡിവൈസിൽ കഴിവതും ഇത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അതിൻ്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, ബീറ്റയിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ബഗ്ഗുകളും ഓവർ ഹീറ്റിങ് അങ്ങനെയുള്ള ധാരാളം ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. iOS 26 പബ്ലിക്കലി റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ പുതിയ iPhone 17 സീരീസ് റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പബ്ലിക്കലി ഇത് അവൈലബിൾ ആകുന്നതായിരിക്കും. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാണ് ആപ്പിളിൻ്റെ പുതിയ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഡിസൈൻ എലമെൻറ്റ്. സോ ഈ ഒരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ഐക്കൺസ് നമ്മൾ ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച്, ഡിവൈസ് ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എലമെൻറ്റിലൂടെ റിഫ്രാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഡെപ്ത് എഫക്റ്റാണ് ജൈറോസ്കോപ്പ് സെൻസറിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു ഡെപ്ത് എഫക്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഇനി ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ ലോക്ക് സ്ക്രീനിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു ഗ്ലാസി ഐക്കൺസ് എലമെൻറ്റുകൾ കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം ഈ ക്ലോക്കാണ്. ക്ലോക്കിൻ്റെ സൈസാണ്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. പഴയ പോലെ തന്നെ കസ്റ്റമൈസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ക്ലോക്ക് വിജിറ്റ് നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആ വിജിറ്റ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിനോടൊപ്പം തന്നെ നമ്മുടെ വാൾപേപ്പറും സ്ട്രെച്ച് ആകുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നേരത്തെ ഈ ഒരു സ്പേസിലുണ്ടായിരുന്ന വിജിറ്റുകൾ നമുക്കിപ്പം താഴെ ബോട്ടത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഫോട്ടോസ്, നമുക്ക് ഈ ഒരു ഫോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് ആപ്ലിക്കേഷനിലേക്ക് പോകാതെ തന്നെ ഇവിടുന്ന് ഫോട്ടോസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാം, ലൈബ്രറി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചൂസ് ഫോട്ടോ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളക്ഷൻസിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നമ്മൾ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിലേക്ക് നമ്മളുടെ ഇഷ്ടമുള്ള ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതുപോലത്തെ ഇമേജുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് ഒരു പാരലാക്സ് എഫക്റ്റും ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേഷ്യൽ സീൻ അവെയർനെസ് അവിടെ ക്രിയേറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ കാണാം, ഞാൻ ഇങ്ങോട്ടും ഡിസ്പ്ലേ ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു 3D എഫക്റ്റ് നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ക്ലോക്ക് എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ താഴെ വന്നേക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് റെഗുലറായിട്ടുള്ള പോലത്തെ ആ ഒരു ഫോണ്ടും കളേഴ്സും കളർ പിക്കർ ഓപ്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ താഴെയായിട്ട് നമുക്ക് ഗ്ലാസ് കളറുണ്ട്, സോളിഡ് കളേഴ്സും ഉണ്ട്. സോ അങ്ങനെ 2 ഓപ്ഷൻസ് പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ബഗ് അപ്പിയർ ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വിജിറ്റിനോട് ഓവർലാപ്പ് ചെയ്ത് നമ്മളുടെ ഫോക്കസ് മോഡ്, നമ്മളിവിടെ ഫോക്കസ് മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫോക്കസ് മോഡ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന കാണാൻ സാധിക്കും. ഇനി ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഴയ പോലെ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ അഡീഷണൽ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അതാണ് ഡിഫോൾട്ട്, ഡാർക്ക്, ക്ലിയർ എന്ന് പറയുന്ന പുതിയ മോഡ്, അതോടൊപ്പം ടിൻറ്റ്. ഇതെല്ലാം പഴയ ഓപ്ഷൻസ് ആണ്. സോ ക്ലിയർ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഓപ്ഷനാണ് ആഡ് ചെയ്തേക്കുന്നത്. അതാണ് ഈ ഒരു ക്ലിയർ മോഡ്. അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്കൊരു ആരോ കാണാൻ സാധിക്കും, ബാക്കിലേക്ക് പോകാനുള്ള ആരോ. സോ അതാ ഒരു ഗ്ലാസ് എലമെൻ്റ് ആണ്. സോ നമ്മൾ അത് സ്വൈപ്പ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു കളേഴ്സ് പോകുന്ന സമയത്ത് അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. ആക്ച്വലി ഒരു ഗ്ലാസ്സിൽ കൂടെ പോകുമ്പം എങ്ങനെയാണോ ഒരു ഫീൽ ഉണ്ടാകുന്നത് അതേ രീതിയിൽ തന്നെ ആ ഒരു ഗ്ലാസ് എലമെൻറ്റ് റിയാക്ട് ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നതാണ്. സോ അതാണ് അറ്റൻഷൻ ടുവേർഡ്സ് ആപ്പിളിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നീട് ഹോം സ്ക്രീനിൽ തന്നെ ഐക്കൺസിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു ഗ്ലാസി എഫക്റ്റ് എല്ലാ ഐക്കൺസിലും വളരെ പ്രകടമായിട്ട് തന്നെ കാണാം. പ്രത്യേകിച്ച് നമ്മളുടെ ക്യാമറ ആപ്ലിക്കേഷൻ, പഴയ iOS 6.5.4 അതേ ക്യാമറ ആപ്ലിക്കേഷനുമായിട്ട് വളരെ റിസംബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പുതിയ ക്യാമറ ആപ്ലിക്കേഷൻ. സോ അത് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പം പുതിയ ക്യാമറ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഓപ്ഷൻസിലേക്കെല്ലാം തന്നെ എല്ലാ ക്യാമറ മോഡിലേക്കും നമുക്ക് ഇവിടുന്ന് തന്നെ പോകാൻ സാധിക്കുന്നതാണ്. ലെൻസുകളുടെ സ്വിച്ചിങ്ങും കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ. പക്ഷേ നമുക്ക് ഓപ്ഷൻസ്, അഡീഷണൽ ഓപ്ഷൻസ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഫോർമാറ്റ്, റെസൊല്യൂഷൻ, FPS എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം. അത് ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സെറ്റിംഗ്സ് ആപ്പിലാണ്. സെറ്റിംഗ്സ് ആപ്പ് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ബോക്സി സ്ക്വയർ ഡിസൈൻ എല്ലാം മാറി ഒരു കംപ്ലീറ്റ്ലി റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സും എഡ്ജസുമാണ് കൊടുത്തിരിക്കുന്നത്.
അതോടൊപ്പം ബട്ടൺസിൻ്റെ ഷേപ്പ് കാണാം. ആ റൗണ്ടഡ് ബട്ടൺസ് മാറി കംപ്ലീറ്റ്ലി ഓവൽ ഷേപ്പിലുള്ള ഒരു ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് സെറ്റിംഗ്സിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ പ്രകടമായിട്ടുള്ളൊരു മാറ്റമാണ് ഗിഫ് ഐക്കൺസിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സെറ്റിംഗ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് റൂമേഴ്സിലെല്ലാം നമ്മൾ കേട്ട ഒരു കാര്യമാണ്, ആപ്പിൾ ഇവൻറ്റിൽ എടുത്ത് പറഞ്ഞില്ല എന്നതേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ബാറ്ററിയിൽ നമുക്ക് ബാറ്ററി ഇൻ്റലിജൻസ് പോലെ അതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നമ്മൾ ലാസ്റ്റ് ചാർജ് ചെയ്തതിൻ്റെ ആ ഒരു പെർസെൻറ്റേജും ടൈമും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതോടൊപ്പം ബാറ്ററി പെർസെൻറ്റേജിൽ ലോ പവർ മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ മേളിൽ കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബാറ്ററി ഹെൽത്ത്, ചാർജിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ചാർജിങ് ലിമിറ്റ് കാര്യങ്ങളാണ്. അതോടൊപ്പം പവർ മോഡ് അതൊരു പുതിയ ഫങ്ഷണാലിറ്റിയാണ്. അതിൽ അഡാപ്റ്റീവ് പവർ എന്ന് പറയുന്ന പുതിയ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്ററി പെർസെൻറ്റേജും നമുക്ക് ഇവിടെ നിന്ന് തന്നെ എനേബിൾ ചെയ്യാൻ സാധിക്കും. ഇനി ബാറ്ററി ഇൻ്റലിജൻസ് ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ പവറിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജിങ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നു. കുറച്ച് സെക്കൻഡുകൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഇൻഫർമേഷൻ വരുന്നത് കാണാൻ സാധിക്കും. അതിൽ 80% കംപ്ലീറ്റ് ആകാൻ ഇനി 33 മിനിറ്റ് മതി, 100% കംപ്ലീറ്റ് ചെയ്യാൻ 1 മണിക്കൂറും 17 മിനിറ്റും എന്ന് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം 80% വരെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യും. അതിനുശേഷമുള്ള 100% ആ 20% ട്രിക്കിൾ ചാർജിങ് ആണ് ചെയ്യുന്നത്. ഇനി ഇതേ സംഭവം നമുക്ക് ലോക്ക് സ്ക്രീനിലും കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഡിവൈസ് ലോക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതോടൊപ്പം സെറ്റിംഗ്സിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും താഴെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ മേളിൽ പോയി സെർച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു മെസ്സേജ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ചാറ്റിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഗ്രൂപ്പ് ചാറ്റിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ഇവിടെ ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. അതിൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇനി മുതൽ നമുക്ക് ഗ്രൂപ്പ് ചാറ്റിന് അല്ലെങ്കിൽ ചാറ്റുകൾക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ കളർ ഓപ്ഷൻ ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിവ്യൂ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമുക്ക് വാൾപേപ്പേഴ്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താൽ മതി, അതിനനുസരിച്ചുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ സജഷനായിട്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ്, അതിൻ്റെ ഡാർക്ക് മോഡ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മോഡുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് ചാറ്റിൽ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് പോൾസ്. സോ നിങ്ങൾക്ക് ഇനി മുതൽ പോളുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കീബോർഡുകൾ. സോ കീബോർഡിൻ്റെ ആ ഒരു ലേ ഔട്ട് മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടെ സ്ലീക്കി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫീലിലുള്ള കീബോർഡാണ് ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിട്ടേൺ, സ്പേസ് അങ്ങനെയുള്ള എഴുത്തുകളോ കാര്യങ്ങളൊന്നുമില്ല. സ്പേസ് ആണ്, റിട്ടേണിന് ഐക്കണാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള മൈനർ ചേഞ്ചുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സോ എയർപോർട്സ് കണക്ട് ചെയ്യുമ്പം ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സോ എയർപോർട്സിൻ്റെ സ്റ്റെമ്മിൻ്റെയും കേസിൻ്റെയും ബാറ്ററി ചാർജ് എത്ര ഉണ്ടെന്ന് അവിടെ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഡാർക്ക് മോഡിൽ ഈ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സെറ്റിംഗ്സിൽ നമ്മൾ എയർപോർട്സിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇവിടെ കാണാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിലൊന്നാണ് എയർപോർട്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇപ്പം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എയർപോർട്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഡയറക്റ്റ് നമുക്ക് ഇനി മുതൽ ഇങ്ങനെ ചെയ്യാം. ഇനി മുതൽ എയർപോർട്സ് മാക്കിൽ കണക്ട് ചെയ്യാനോ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാനോ പ്ലഗ് ഇൻ ചെയ്ത് വെക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് കൺട്രോൾ സെൻറ്റർ. ഇപ്പോൾ ഈ കാണുന്ന കൺട്രോൾ സെൻറ്റർ ആയിരിക്കണം എന്നില്ല, ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഈ കൺട്രോൾ സെൻറ്റർ എടുക്കുമ്പം iOS 18 നമുക്കറിയാം കുറച്ചും കൂടെ സ്ലീക്കാണ് കാണാൻ. പക്ഷേ ഇതിൽ ഈ ഒരു ഗ്ലാസ് എഫക്റ്റ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കൺട്രോൾസിന് വരുന്നത്, പെട്ടെന്ന് നോക്കുമ്പം ലഭിക്കുന്നത്. സോ അതെന്തായാലും ആപ്പിൾ പാച്ച് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള കാര്യമാണ് തീർച്ചയാണ്. അതുപോലെ നിങ്ങൾ എയർപോർട്സോ സ്പീക്കേഴ്സോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ടാബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ്ലി വോളിയൂംസ് ഓരോ ഡിവൈസും സെലക്ട് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ഒരു സ്ലൈഡറാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ പോയി വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ആപ്പിൾ റീഡിസൈൻ ചെയ്ത് ഫിക്സ് ചെയ്തൊരു കാര്യമാണ് ഫോട്ടോസ് ആപ്പ്. ഫോട്ടോസ് ആപ്പ് പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് താഴെ ടാബ് വ്യൂ ഒന്നുമില്ല. പക്ഷേ iOS 26 കാണാം താഴെ നമുക്ക് ലൈബ്രറി ആൻഡ് കളക്ഷൻ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടാബിലേക്ക് ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വ്യൂകൾ മാറുന്നത് കാണാൻ സാധിക്കും. കളക്ഷൻസ് ഓപ്ഷനിലാണ് നമ്മുടെ ഫേവറേറ്റ്സ്, മെമ്മറീസ്, ആൽബം ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും വന്ന് കിടക്കുന്നത്. അതോടൊപ്പം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മീഡിയ ടൈപ്പ്, യൂട്ടിലിറ്റീസിൻ്റെ ഒക്കെ സ്റ്റൈൽ മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും ടോപ്പിൽ നമ്മളുടെ ആ ഒരു അക്കൗണ്ട് ഐക്കൺ കാണാൻ സാധിക്കും. ഇനി ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറെൻറ്റ് വ്യൂ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ കൊളാപ്സ് ഓൾ
ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്താൽ ഈ ഓപ്ഷൻസ് മൊത്തം കൊളാപ്സ് ആവും. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കിപ്പം ഫോട്ടോസ് ആപ്പിലും സാധിക്കുന്നതാണ്. പിന്നീട് ആപ്പിളിൻ്റെ മ്യൂസിക് ആപ്പ് അത് കംപ്ലീറ്റ്ലി ആപ്പിൾ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ കാണാം ആ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ടാപ്പ് വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് എലമെൻറ്റുകളുമായിട്ട് ആ ഒരു ഐക്കൺ റിയാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കോൺട്രാസ്റ്റ് കളേഴ്സ് വരുമ്പം നല്ല രസമുണ്ട് അത് കാണാൻ. ഇനി ഈ ഒരു ലൈബ്രറി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പിൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകളെ അല്ലാന്നുണ്ടെങ്കിൽ പാട്ടുകൾ, ആൽബംസ് ഇതെല്ലാം നമുക്കിവിടെ പിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓഡിയോ മിക്സ് എന്ന് പറയുന്ന പുതിയൊരു ഡിഫോൾട്ട് ഫീച്ചർ ആപ്പിൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു പാട്ട് കേൾക്കുന്നു, ആ പാട്ട് കേട്ട് അവസാനിക്കുന്ന ആ ഒരു കുറച്ച് സെക്കൻഡുകളിൽ നമുക്കിവിടെ മിക്സിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അവിടെ നിങ്ങൾക്ക് കാണാം മിക്സിംഗ് എന്ന് പറഞ്ഞു വന്നു. ഇതിനോടൊപ്പം തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പുതിയ ആപ്ലിക്കേഷൻസാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന പ്രിവ്യൂ ആൻഡ് ഗെയിംസ്. ഗെയിംസ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മറ്റ് ഡിവൈസുകളുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ഗെയിംസ്, ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഗെയിമുകളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആപ്പിൾ ആർക്കേഡ് സബ്സ്ക്രിപ്ഷൻ യൂസേഴ്സിന് ഇവിടെ നിന്ന് ഗെയിമുകൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലേ ടുഗദർ ഇതിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അവർ നിലവിൽ കളിക്കുന്ന ഗെയിംസ് ഏതാണ്, അവരുടെ ഇപ്പോഴത്തെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനും അറിയാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് iOS 26ൻ്റെ ഏതാനും ചില വിരലെണ്ണാവുന്ന ഫീച്ചേഴ്സ്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സും ഓപ്ഷൻസും ഫങ്ഷണാലിറ്റീസും നമുക്ക് അറിയാനുണ്ട്. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ദിസ് ഇസ് മിലാൻ. Catch you guys next video. Until then, peace.